ഈശ്വര കോപ്പിറൈറ്റ് വരല്ലേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുകയാണ് ഗൈസ്. വെൽക്കം ബാക്ക്. നിങ്ങൾ എന്തായാലും ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ബാക്കി എന്തായാലും നോക്കാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഓർക്കുന്നു. അപ്പോൾ ഇന്ന് 18-ാം തീയതിയാണ് ഗായ്സ്. അപ്പോൾ ഇന്ന് ബബ്ബ റിലീസായ ദിവസം കൂടിയാണ്. ഞാൻ ബബ്ബ കാണാൻ പോയേക്കുമായിരുന്നു. ഞാൻ ഇന്ന് അടിപൊളി സിനിമയായിരുന്നു ഗായ്സ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പൊളി സിനിമ, അടിപൊളി സിനിമ. ദിലീപേട്ടൻ്റെയും ലാലേട്ടൻ്റെയും പൊളിയാഫിന് അടിപൊളി ക്ലൈമാക്സ് എല്ലാം പൊളി രോമാഞ്ചപരം വന്ന് പോയി ഗായ്സ്. ഇത് അടിപൊളിയായിരുന്നു. ബട്ട് കുറേ മീഡിയക്കാരിൻ്റെ ഇത് നിങ്ങൾ കാണാറുണ്ടായിരിക്കും. ദിലീപ് പൈസ കൊടുത്താണ് കോടതിയെല്ലാം മാറ്റിയത്. ദിലീപ് വേറെ എന്തൊക്കെയോ കാണിച്ചിട്ടാണ് കോടതി പൈസ മാറ്റിയത്. കോടതിക്ക് വട്ടുണ്ടോ പൈസ വാങ്ങിച്ചിട്ട്? ആദ്യം അവർ പ്രൂഫ് ഇവിടെ കൊണ്ടുവയ്ക്കുക, എന്നിട്ട് നിങ്ങളെല്ലാവരും മാറ്റിപ്പറ ദിലീപിനെ. ഫസ്റ്റ് നിങ്ങൾ എന്നിട്ട് മാറ്റിപ്പറ. പ്രൂഫില്ലാതെ എന്തിന് ജയിലിൽ കൊണ്ടുപോയിട്ടം ഏതൊക്കെയോ നടിമാർ പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾക്ക് വട്ടുണ്ടോ ഗൈസ്? നിങ്ങൾ മറ്റേ ദിലീപിനെ ദിലീപിന് ഇതില്ലെന്ന് നമ്മളെന്തായാലും കണ്ടതാണ്. കോടതി വിട്ട് കഴിഞ്ഞതാണ്. പിന്നെ എന്താണ് കുഴപ്പം? ഞാൻ ഇന്ന് ബബ്ബ കാണാൻ പോയപ്പോൾ അവിടെ എന്തോ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ വേറെ ഫോണിലും കണ്ടതും കൂടിയാണ്. ആദ്യം ദിലീപ് കേസ് പൈസ കൊടുത്താണ് ഇതായിരുന്നു. അതെന്താ മറ്റേത് അവരെല്ലാം മീഡിയക്കാരോട് പറയുന്നുണ്ടായിരുന്നു. ശേഷം അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ്. അതുകൊണ്ട് ദിലീപിൻ്റെ ഒരു സിനിമയും ഞാൻ കാണില്ലെന്നൊക്കെയാണ് അതിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നമുക്ക് കൃത്യം അതിനകത്ത് ഞാൻ കണ്ടതും കൂടിയാണ്. ശേഷം എന്തായാലും അടിപൊളി സിനിമയായിരുന്നു. ഇത് നമ്മൾ കേസൊന്നും വെച്ചല്ല ഇത് കാണേണ്ടത്. ശരിക്കും കേസ് വെച്ചൊന്നും അല്ല നമ്മളിത് കാണേണ്ടത്. ഇത് ശരിയായിരിക്കും ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് അല്ല. ക്ലൈമാക്സ് എല്ലാം പൊളിയായിരുന്നു. ഈ സിനിമ പൊളിയായിരുന്നു. നമ്മൾ സിനിമയോട് വിരോധം വെച്ച കാര്യമില്ല. നാടൻ ദിലീപ് എന്ത് കാണിച്ചിട്ടാണ് ഇപ്പോൾ കേസിൽ പോയത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മീഡിയക്കാർക്ക് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ അത് അവരങ്ങ് പൊക്കി അങ്ങ് കൊണ്ടുപോകുള്ളൂ. അത് നിങ്ങൾ കേട്ട് വിശ്വസിക്കുന്ന നിങ്ങളാണ് ഗൈസ് പൊട്ടന്മാർ. നിങ്ങൾ അവരുടെ കാര്യം വിശ്വസിക്കാതെ നിങ്ങളുടെ ന്യായത്തിൽ നിൽക്കുക. അവരുടെ കാര്യം കേട്ടാൽ നിങ്ങൾക്ക് ഒരു ഇതുമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ നമ്മളെ പൊട്ടി ബാധിച്ചതുപോലെ തന്നെ ഇരിക്കും. അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ തന്നെ നമുക്ക് വേറെ നോക്കാനുള്ളത് അത്രയും നല്ലൊരു സിനിമയും കൂടി തന്നെയാണ് ബബ്ബ. ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയും കൂടിയാണല്ലോ ബബ്ബ. നിങ്ങൾ എന്തായാലും ഇത് നന്നായിട്ട് കാണുക. ഇത് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് കൂടിയാണ്. ദിലീപേട്ടൻ്റെയും ലാലേട്ടൻ്റെയും ഒരു അടിപൊളി സിനിമ. വേണമെങ്കിൽ ഇത് 50-100 കോടിയൊക്കെ കയറും. ഇതെന്തായാലും ഹിറ്റായിട്ട് മാറുമെന്ന് ഞാൻ ഉറപ്പിക്കുന്നു. അങ്ങനെ ഞാൻ നിർത്തുന്നു ഗൈസ്. ബൈ, ഗുഡ് ബൈ, സീ യു ലേറ്റർ.